ഡിയേഴ്സ്, അഖില മിസ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് 7 CBSE ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ആനുവൽ എക്സാം ഒക്കെ അടിപൊളിയായിട്ട് തന്നെ മക്കൾ എഴുതിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചാനലിലൊക്കെ ഇതാ ലൈവ് ക്ലാസ്സുകളും കോണ്ടന്റ് വീഡിയോസും ഒക്കെ ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ക്ലാസ് 8ലേക്കാണ് അല്ലേ. അതായത് UPയിൽ നിന്ന് നമ്മളിതാ ഹൈസ്കൂൾ സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ട് മാറുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ സിലബസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റിലും ഒരുപാട് കാര്യങ്ങളാണ് പുതുതായിട്ട് എൻ്റെ മക്കൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ക്ലാസ്സുകളിലേക്കുള്ള ഒരു ഫൗണ്ടേഷൻ കൂടിയാണ് നമ്മുടെ ക്ലാസ് 8 CBSE എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സയൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലായിക്കോട്ടെ വീണ്ടും ഡിവിഷനുകൾ വരികയാണ്. ഇനി മാത്തമെറ്റിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങളെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമുക്കറിയാം നമ്മൾ ആദ്യം മുതൽ തന്നെ എന്ത് ചെയ്യണം, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ പ്ലാനോടുകൂടി കാര്യങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് പോകണം. അതുമാത്രമല്ല നമ്മുടെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിലും ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കില്ല ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. നമ്മുടെ ബോർഡ് എക്സാമിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടായിരിക്കുക, സെയിം മോഡലിലായിരിക്കും നമ്മുടെ ക്ലാസ് 8ലും നിങ്ങൾക്ക് വരാനിരിക്കുന്ന എക്സാമുകൾ എന്ന് പറയുന്നത്. അവിടെയൊക്കെ നമുക്ക് ഫുൾ മാർക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതാ തുടക്കം മുതൽ തന്നെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MCQs അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതേപോലെ ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മളിതാ ക്ലാസ് 8 CBSEയിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന വലിയ വലിയ ടാസ്കുകളാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ക്ലാസ് 8 CBSEയിൽ ഫുൾ മാർക്ക് നേടണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കം മുതൽ അതിഗംഭീരമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം അല്ലേ. അപ്പോൾ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള യോധ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ യോധ ബാച്ചിന്റെ ഫീച്ചേഴ്സും മക്കൾക്ക് അറിയായിരിക്കും. നമുക്കറിയാം നമ്മുടെ യോധ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ചാപ്റ്റേഴ്സിന്റെയും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും, മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ലൈവായിട്ട് നമ്മുടെ ആൻസർ കീ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെ നമ്മുടെ യോധ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലാസ് 8 CBSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മിസ് പറഞ്ഞതുപോലെ തന്നെ ഒരു ബേസ് ആണ് അല്ലേ. ആ ഒരു ക്ലാസ് 8 CBSE അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ വരാനിരിക്കുന്ന ക്ലാസ്സുകൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മൾ നിസ്സാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ മക്കൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, തുടക്കം മുതൽ തന്നെ ക്ലാസ് 8 CBSE എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു ടാസ്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ യോധ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഇതാ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയായിരിക്കും. നമുക്ക് യോധ ബാച്ചിൽ കാണാം. ബൈ.